നമ്മുടെ 15 ഡേയ്സ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റൻസ് എങ്ങനെ തുടങ്ങാം എന്നൊരു ചെറിയ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ. അതുപോലെ വേറൊരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് സംശയമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും തൊട്ടടുത്ത ക്ലാസ്സിൽ ആ ഒരു സംശയം ആരാണോ അത് ചോദിക്കുന്നവരുടെ സംശയം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാത്രമേ തൊട്ടടുത്ത ക്ലാസ്സുകളിലേക്ക് ഞാൻ കടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എയും ആനും ദ അതുപോലെ ഐ യു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിളായ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ റിവേഴ്സ് ഓർഡറിലേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് കരുതുന്നത്. അതായത് എല്ലാവരും സാധാരണ കുറേ ഗ്രാമർ പറഞ്ഞിട്ട് അതിൻ്റെ ബേസ് പറഞ്ഞ് ടെൻസ് പറഞ്ഞൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ പറയാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിച്ച് വരാനുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യാം, എനിക്കത് ചെയ്യേണ്ടതുണ്ട്, ഞാനത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയില്ലേ. അപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. ഓക്കെ, അപ്പം എനിക്ക് ഞാൻ എന്നുള്ളതിനൊക്കെ ഐ അല്ലെങ്കിൽ മീ മൈ മൈനൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പം ഇപ്പം നമ്മൾ എനിക്ക് ചെയ്യാൻ കഴിയും, അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പം നിങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് നിങ്ങൾ എനിക്ക് കളിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവന് പഠിക്കാൻ കഴിയും, അവൾക്ക് പോകാൻ കഴിയും എന്നൊക്കെ പറയുന്ന അതേ രീതിയിൽ എനിക്കത് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ആ ചെയ്യുക എന്ന വാക്കിൽ പറയുന്നതിൻ്റെ കാരണം അത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെയ്യുക എന്നുള്ളതിന് ഡു ആണ്, എനിക്ക് എന്നുള്ളതിന് ഐ ആണല്ലോ. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പറയാൻ നമ്മൾ സിമ്പിളായിട്ട് ഐയുടെയും ഡൂവിൻ്റെയും ഇടയ്ക്ക് ക്യാൻ എന്നത് മാത്രം അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, ഐ ക്യാൻ ഡു, അതെന്നാണെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ചെയ്യാൻ കഴിയുമെന്നാകുമ്പം ആ ഡു എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു അടിസ്ഥാനമായ ആശയമാണ്. ആ ഡൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് പ്രവൃത്തി വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു. എനിക്ക് കളിക്കാൻ കഴിയും, ഐ ക്യാൻ പ്ലേ. എനിക്ക് പോകാൻ കഴിയും, ഐ ക്യാൻ ഗോ. അവൾക്ക് പോകാൻ കഴിയും, ഷീ ക്യാൻ ഗോ. അവന് പോകാൻ കഴിയും, ഹീ ക്യാൻ ഗോ. നിനക്ക് പോകാൻ കഴിയും, യു ക്യാൻ ഗോ. അപ്പം ഇങ്ങനെ ആ ക്യാൻ എന്നത് എനിക്ക് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെയും ഏതാണോ പ്രവൃത്തി ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്ക് ചേർത്താൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നാവും. ഓക്കെ ആണല്ലോ. എനിക്ക് പാടാൻ കഴിയും, ഐ ക്യാൻ സിങ്. അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും, ഷീ ക്യാൻ ഡാൻസ്. വേറൊന്നുമില്ല അവിടെ ചെയ്യാൻ, വേറൊന്നും അവിടെ പറയാനില്ല. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് പോകാൻ പറ്റും, വരാൻ പറ്റും, വിളിക്കാൻ പറ്റും, കരയാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമെന്നാണെങ്കിലോ ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. നിനക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്നാണെങ്കിലോ യു ക്യാൻ ടീച്ച്. നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിലോ യു ക്യാൻ ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ ആ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്നാൽ രണ്ടാമതായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ മാറ്റി മാറ്റി ആരുടെയെങ്കിലും പേരും അതുപോലെ പ്രവൃത്തിയൊക്കെ മാറ്റി മാറ്റി പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് എളുപ്പം ചെയ്യാൻ പറ്റും, എളുപ്പം പറയാൻ പറ്റും. ഓക്കെ, എന്നാൽ ഈ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് പറയുന്നതിന് പകരം ഞാനത് ചെയ്യാം എന്നാണെങ്കിലോ, അത് ചെയ്യാൻ കഴിയും എന്നത് മാറി ഞാനത് ചെയ്യാം എന്നാണെങ്കിൽ ഐ ഷാൽ ഡു. അപ്പോൾ ഡു എന്നുള്ളിടത്ത് ഏത് പ്രവൃത്തി വേണമെങ്കിലും മാറ്റാം. കളിക്കാം എന്നാണെങ്കിലോ ഐ ഷാൽ പ്ലേ. ഞാൻ വരാം, ഐ ഷാൽ കം. ഞാൻ പോവാം, ഐ ഷാൽ ഗോ. ഞാൻ വിളിക്കാം, ഐ ഷാൽ കോൾ. ഞാൻ നിന്നെ വിളിക്കാം എന്നാണെങ്കിൽ ഐ ഷാൽ കോൾ യു. ഞാൻ ക്രിക്കറ്റ് കളിക്കാം എന്നാണെങ്കിലോ ഐ ഷാൽ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ കളിക്കാം പോകാം എന്നുള്ളത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെന്നേ നമ്മൾ പറയും, അല്ലാതെ അവൻ പോകാം അവൻ കളിക്കാം എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ പോകാം, വി ഷാൽ ഗോ. ഞങ്ങൾ വരാം, വി ഷാൽ കം. ഞങ്ങൾ കളിക്കാം, വി ഷാൽ പ്ലേ. അപ്പോൾ ആ ഷോൾ എന്നത് പോകാം, വരാം, കളിക്കാം എന്നൊക്കെയായി. മനസ്സിലായോ? വളരെ എളുപ്പത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ.
പിന്നെ വരുന്നത് ഇനിയപ്പോൾ ഈ രണ്ടും എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യാം, ഇത് രണ്ടും ഈ ചെയ്യുക എന്നുള്ള ഡൂവിൻ്റെ ഭാഗത്ത് ഏത് പഠിക്കുക, സ്റ്റഡി, കളിക്കുക, പ്ലേ, ചിരിക്കുക, സ്മൈൽ, ഉറങ്ങുക, സ്ലീപ്പ്, പഠിപ്പിക്കുക, ടീച്ച്, ഇങ്ങനെ ഏത് പ്രവൃത്തി വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയണം ചെയ്യുക, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നായാലും മതി. ഇപ്പം ചെയ്യുക എന്നുള്ള ഡൂവിനെ പിടിക്കുന്നത് ഏത് വെർബ് വേണേലും അവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറയാണ് എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഡു. അപ്പോൾ ഹൗ ടു, അതായത് ഐക്കും നമ്മൾ മുമ്പേ ക്യാൻ ചേർത്ത പോലെ അല്ലെങ്കിൽ ഷോൾ ചേർത്ത പോലെ ഐക്കും ഡൂനും ഇടയ്ക്ക് ഏത് ചേർക്കണം? ഹൗ ടു ചേർക്കണം. ഹൗ ടു ചേർക്കുമ്പോൾ എന്താവും? ഐ ഹാവ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യേണ്ടതുണ്ട്. അവൾക്കത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പം ഹാവിന് പകരം നമ്മളിവിടെ ഹാസ് ചേർക്കണം. അതിൻ്റെ കാരണങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം, അത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരാളെ ഉള്ളെങ്കിൽ, അതായത് ഞാൻ, നീ, അവർ എന്നൊക്കെ പറയുന്ന പോലെ ഞാനും നീയും ഒക്കെ കുറേ പേരുള്ള കൂട്ടത്തിലാണ് നമ്മൾ കൂട്ടുന്നത്. പക്ഷെ അവൻ അവളൊക്കെ ആണെങ്കിൽ ഒരാളാണ്. അപ്പോൾ അവിടെ ഷീ ഹാസ് ടു ഡു ഇറ്റ്. അപ്പോൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ചേർക്കുമ്പോൾ എന്താവും അവിടെ ചെയ്യേണ്ടതുണ്ട് എന്നതാവും. അപ്പം എനിക്ക് കളിക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു പ്ലേ. നിനക്ക് പോകേണ്ടതുണ്ട്, യു ഹാവ് ടു ഗോ. അവർക്ക് വരേണ്ടതുണ്ട്, ദേ ഹാവ് ടു കം. അപ്പോൾ അവിടെ അതും മനസ്സിലായല്ലോ. അപ്പോൾ ചെയ്യാൻ കഴിയുമെന്നതും ചെയ്യാമെന്നതും ചെയ്യേണ്ടതുണ്ട് എന്നതും ഇവിടെ പഠിച്ചു. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് പറയാം, ഞാൻ ചെയ്യും, അത് ചെയ്യും, ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയത്തില്ലേ, അവിടാണ് നമ്മൾ വിൽ ഡു. അതായത് ഐ വിൽ ഡു. ഐക്കും ഡൂവിനിടയ്ക്ക് എന്ത് ചേർക്കണം? വിൽ ചേർക്കണം. ഇപ്പം 4 രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അവൻ ചെയ്യും എന്നാണെങ്കിലോ ഹീ വിൽ ഡു, അവൾ ചെയ്യും ഷീ വിൽ ഡു, അവർ ചെയ്യും ദേ വിൽ ഡു, നീ ചെയ്യും യു വിൽ ഡു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കളിക്കും, ഐ വിൽ പ്ലേ, നീ കളിക്കും, യു വിൽ പ്ലേ, അവർ പഠിക്കും, they will study, അവൾ പഠിക്കും, she will study. അപ്പോൾ 5 രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ചെയ്യാൻ കഴിയും, ക്യാൻ ഡു, ചെയ്യാം, ഷോൾ ഡു, ചെയ്യേണ്ടതുണ്ട്, ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഡു, ചെയ്യും, വിൽ ഡു. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 രീതി എന്ന് പറയുന്നത്, ഇപ്പം ഞാനവിടെ ഒരു ഒറ്റ ക്വസ്റ്റ്യനകത്ത് ആ 4 രീതിയും കൂടെ, അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതായത് ഓൺലൈനിൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ താല്പര്യമുള്ളവർ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ പറയുകയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ഹീ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കും, ദേ വിൽ ടീച്ച് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതുണ്ട്, ദേ ഹാവ് ടു ടീച്ച് ഇംഗ്ലീഷ്. കണ്ടോ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണെങ്കിലോ ഐ ഷോൾ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പം ഷോള്, വില്ല്, ഹാവ് ടു, ക്യാൻ, ഇത്രയും കാര്യങ്ങൾ ഇപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ അവസാനമുള്ള എക്സർസൈസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അതൊന്ന് അതിനനുസരിച്ചൊന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, എനിക്ക് പോകേണ്ടതുണ്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവന് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതുണ്ട്. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞങ്ങൾ സ്കൂളിൽ പോകാം. ഓക്കെ, 4th ക്വസ്റ്റ്യൻ വരുമ്പം രാജു പരീക്ഷയ്ക്ക് പോകും. അപ്പോൾ ആ പോകും എന്നുള്ളത് ആദ്യം അങ്ങ് എഴുതുക. ഇപ്പം രാജു പോകും എന്നുള്ളത് എഴുതിയിട്ട് പിന്നെ മതി പരീക്ഷ. ഞാൻ സ്കൂളിൽ പോകാം.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യും. ഈ വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസുകൾ വളരെ എളുപ്പത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് തൊട്ടടുത്ത് തന്നെ അതിനേക്കാൾ എളുപ്പത്തിലാണ് അടുത്ത ക്ലാസ് വരുന്നത്. അപ്പം തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത ക്ലാസ് ഉണ്ടാകും. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.